എല്ലാവർക്കും നമസ്കാരം. സ്കൂളിന്റെ സൈറ്റ് എന്ന് പറയുന്നത് cool.kite.kerala.gov.in, അതായത് KWL cool.kite.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറിയാൽ നമുക്കതിന്റെ വലതുഭാഗത്തായിട്ട് ലോഗിൻ എന്ന ഒരു ബട്ടൺ കാണാൻ പറ്റുന്നതാണ്. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനുള്ള സ്ഥലം ലഭ്യമാവും. അവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും തെറ്റാതെ കൃത്യമായി ടൈപ്പ് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ ഡോണ്ട് സേവ് കൊടുക്കുക. ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങൾക്കത് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളുടെ പേര് എന്താണെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ താഴെയായിട്ട് നമുക്ക് അവൈലബിൾ കോഴ്സസ് കാണാം. അതിനകത്ത് 3 കോഴ്സുകൾ കാണുന്നുണ്ട്. അതിനകത്ത് നമുക്ക് വേണ്ടത് ബേസിക് ICT ട്രെയിനിങ് പ്രീമിയം 3 എന്നുള്ള അതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ബേസിക് ICT ട്രെയിനിങ് പ്രീമിയം 3 ഇതാണ് നമ്മുടെ ഇപ്പോൾ നടക്കുന്ന കോഴ്സിന്റെ പേര്. ഇങ്ങനെയാണ്. ഇതിനകത്ത് 6 മൊഡ്യൂളുകളാണ് നമുക്കിതിൽ പരിചയപ്പെടാനുള്ളത്. അത് 6 മൊഡ്യൂളുകളിൽ ഒന്നാമത്തത് വേർഡ് പ്രൊസസർ. അതിൽ നിങ്ങളത് തുറന്നതിന് ശേഷം അത് വായിച്ചു നോക്കുക, എന്തൊക്കെയാണ് അതിലെ കാര്യങ്ങൾ എന്നുള്ളത് വായിച്ചു നോക്കുക. രണ്ടാമതായിട്ട് സ്പ്രെഡ്ഷീറ്റ്, മൂന്നാമത്തത് പ്രസന്റേഷൻ, നാലാമത്തത് ഹാൻഡ്ലിംഗ് ഇമേജസ്, ഓഡിയോ ആൻഡ് വീഡിയോ, അഞ്ചാമത്തത് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ടൂൾസ്, ആറാമത്തത് ഹാൻഡ്ലിംഗ് ഡിജിറ്റൽ ക്ലാസ് റൂംസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് സമഗ്ര. അവസാനമായിട്ട് ഫീഡ്ബാക്ക് നൽകേണ്ട ഒരു സ്ഥലം കൂടി ഉണ്ട്. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ കോഴ്സിൽ മൊത്തത്തിൽ ഓവറോൾ ആയിട്ടുള്ളത്. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളായ വേർഡ് പ്രൊസസറിൽ നമുക്ക് അതിന് മുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അതിനകത്ത് വേർഡ് പ്രൊസസറിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ഓരോ ദിവസവും ഒരു നിശ്ചിത സമയം അതിനായി മാറ്റിവെക്കേണ്ടതുണ്ട്. അതിനകത്ത് ഉള്ള കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. അതിനകത്ത് തന്നെ ഒന്നാമത് നോക്കുക WP1 ക്രിയേറ്റിംഗ് എ ഡോക്യുമെന്റ് ഇൻ വേർഡ് പ്രൊസസർ. അതായത് വേർഡ് പ്രൊസസറിൽ ഒരു ഡോക്യുമെന്റ് എങ്ങനെ തയ്യാറാക്കാന്നുള്ളതാണ് ഒന്നാമത്തത്. അതിനകത്ത് താഴെയുള്ള ടെക്സ്റ്റുകളൊക്കെ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിനു ശേഷം താഴെ നിങ്ങൾക്ക് ആക്ടിവിറ്റി ക്രിയേറ്റിംഗ് ഡോക്യുമെന്റ്, അത് എൻ്റെ ഒരു PDF ഫയൽ ഉണ്ട്, അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അതുപോലെ ക്രിയേറ്റിംഗ് ഡോക്യുമെന്റ് ഹെൽപ്പ് ഫയൽ ഉണ്ട്, പിന്നെ അതിന്റെ വീഡിയോ ഉണ്ട്. പിന്നെ അതുപോലെ ഇതിന് വേണ്ട റിസോഴ്സുകൾ നമുക്ക് WP1 ഡൗൺലോഡ് ഫോർ ഓഫ്ലൈൻ യൂസ് മലയാളം ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യേണ്ടതിന് അതിന്റെ മുകളിൽ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേജ് തുറന്നു വരും. അതിനകത്ത് സേവ് ഫയലിന് മാത്രമേ കൊടുക്കാവൂ. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ നമ്മുടെ ആ ഫയൽ ഡൗൺലോഡ് ആയി വരുന്നത് കാണാം. WP1_Malayalam.zip സിപ്പ് ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ ഫയൽ സൈസ് വളരെ കൂടുതലായതുകൊണ്ട് അതിന് ഒരുപാട് ഫയൽസ് ഒന്നിച്ചുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്, സിപ്പ് ഫയലായിട്ട് ചെയ്യുന്നത്. നമ്മളവിടെ പ്ലേസസിൽ ഡൗൺലോഡ്സിൽ പോയാൽ അവിടെ WP1 മലയാളം ഷിപ്പ് എന്നുള്ള ഫോൾഡർ കാണാം. അത് അവിടെ നിന്ന് നമ്മൾ കോപ്പി ചെയ്തെടുത്തിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള, നമ്മളെല്ലാവരും ഓരോരോ ഫോൾഡർ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫോൾഡറിൽ നിങ്ങളുടെ പേരിലോ അതിനകത്ത് എന്ത് ചെയ്യുക കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഫോൾഡറിനകത്ത്. ഇനി ഇതിനെ സിപ്പ് ഫയലിൽ നമുക്ക് തുറക്കണമെങ്കിൽ ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇതിനെ നമ്മുടെ സാധാരണ ഫോൾഡറിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിന് എന്ത് ചെയ്യുക, അതിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. ആ ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക്, ആ ഫയലിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യാറ് നമ്മുടെ സാധാരണ ഫോൾഡറായിട്ട് വരും. അതിനകത്ത് തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് അതിനകത്ത് കാണാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം തന്നെ ഇതിൽ നമുക്ക് നോക്കേണ്ടത് റീഡ്മി ടെക്സ്റ്റ് എന്നുള്ള ഫയലാണ്. അത് തുറന്നു നോക്കിയാൽ ആക്ടിവിറ്റി ക്രിയേറ്റിംഗ് ഡോക്യുമെന്റ് PDF എന്ന ഫയൽ തുറന്ന് അതിൽ നൽകിയിരിക്കുന്ന പ്രവർത്തനം ചെയ്യുക. അതായത് ആക്ടിവിറ്റി ക്രിയേറ്റിംഗ് ഡോക്യുമെന്റ് .pdf അത് തുറന്നു നോക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇത് മിനിമൈസ് ചെയ്യുന്നു. അതിനുശേഷം ആ ഫയൽ നോക്കുന്നു, ആക്ടിവിറ്റി ക്രിയേറ്റിംഗ് ഫയൽ. അതിനകത്ത് എന്തൊക്കെയാണുള്ളത് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തനം ചുവടെയുള്ള സൂചനകൾക്കനുസൃതമായി മാതൃകയിൽ കാണുന്ന പോലെ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുക. അത് മോഡൽ ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ സൂചനകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അത് താഴെ സൂചനകളായിട്ട് നൽകിയിട്ടുണ്ട്. കോഴ്സ് മെറ്റീരിയൽ എന്തെല്ലാമെന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഫോൾഡറിനകത്ത് തന്നെ, നമ്മളിപ്പോൾ തുറന്ന ഫോൾഡറിനകത്ത് തന്നെ ഇതൊക്കെ ഉണ്ട്. ഒരു ചെക്ക് ലിസ്റ്റ്, നിങ്ങൾക്ക് നേരത്തെ ഞാൻ അയച്ച ചെക്ക് ലിസ്റ്റ് നിങ്ങൾ ഇത് ചെയ്തതിനു ശേഷം ചെക്ക് ലിസ്റ്റ് പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഹെൽപ്പ് ഫയലിനകത്താണ് നമ്മുടെ ഇതൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഈ പ്രവർത്തനം മുഴുവനായും റെഡ്മിയിലെടുത്തത് പൂർത്തിയാക്കിയ ശേഷം അഡീഷണൽ ആക്ടിവിറ്റി, കൂടുതൽ പഠിക്കാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ആക്ടിവിറ്റിയിൽ തുറക്കുക. അതിന് എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ഒരു മാതൃക തന്നിട്ടുണ്ട്. അതിനകത്ത് സൂചനകളും താഴെ തന്നിട്ടുണ്ട്.
അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രവർത്തനങ്ങൾ ചെയ്ത് പരിശീലിക്കാവുന്നതാണ്. ഇതാണ് WP1 എന്നുള്ള വേർഡ്പ്രസ്സിൽ ഒന്നാമത്തെ പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിനകത്ത് ഒരു ക്വിസ് താഴെ ക്രിയേറ്റിംഗ് ഡോക്യുമെന്റ് ടെസ്റ്റ് യുവർ സെൽഫ്, ആ ക്വിസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ചോദ്യം വരും. നിങ്ങൾ പഠിച്ച ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരും. അതിനകത്ത് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുക, സേവ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ രണ്ടാമത്തെ പ്രവർത്തനം WP2 ടൈപ്പിംഗ് പോയംസ്. അതും ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇതേ പ്രവർത്തനമാണ് അതിൽ നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതേ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ചെയ്ത ഫയലുകൾ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം താഴെ നോക്കുക അസൈൻമെന്റ് ഉണ്ട്. വേർഡ്പ്രസ്സിലെ ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുവല്ലോ. നിങ്ങൾ തയ്യാറാക്കിയ മൈ പോയം എന്ന ഫയൽ താഴെ നൽകിയിരിക്കുന്ന അപ്ലോഡ് അസൈൻമെന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അടുത്ത ഡെമോ അപ്ലോഡ് അസൈൻമെന്റ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത പ്രവർത്തനം അത് PDF ആണെങ്കിൽ PDF എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഫിൽട്ടർ സെർച്ച് ചെയ്തിട്ട് ആ ഫയൽ അതിനകത്തേക്ക് ചേർത്ത് വെച്ചാൽ എന്നിട്ട് സേവ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അസൈൻമെന്റ് പ്രവർത്തനം പൂർത്തിയായി. ഇങ്ങനെ WP1, WP2 അങ്ങനെ WP6, 7, 8 വരെ ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാൽ അവസാനം ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരാഴ്ചയുടെ അവസാനം ഈ പ്രവർത്തനങ്ങളെല്ലാം കൂടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനം ഒരു വലിയ അസൈൻമെന്റ്, അതാണ് നമ്മുടെ മാർക്ക് ചെയ്യാവുന്ന അസൈൻമെന്റ്. ഈ പ്രവർത്തനങ്ങൾ വായിച്ചു നോക്കിയിട്ട് സ്വന്തമായി തയ്യാറാക്കിയിട്ട് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഒരാഴ്ചത്തെ വേർഡ്പ്രസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട അവിടെയാണ്. ആദ്യത്തെ അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തത് ഡെമോ ആണ്, അത് നിങ്ങൾക്കൊരു പരിശീലനത്തിന് മാത്രമാണ്. അവസാനത്തെ അസൈൻമെന്റ് ആണ് നമ്മുടെ കൃത്യമായിട്ടുള്ള അസൈൻമെന്റ്. അപ്പൊ എല്ലാവരും ഇത് ഒന്ന് നോക്കിയിട്ട്, ചിലപ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി പറയുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് കൃത്യമായിട്ട് പരിശീലിക്കാൻ നോക്കുക.